നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൈപ്പയ്ക്ക കറിയായിട്ടാണ്. അപ്പോൾ ചെറിയൊരു കൈപ്പയ്ക്ക ഫ്രിഡ്ജിലിരിക്കണം കണ്ടു. പിന്നെ രാത്രിത്തേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈപ്പയ്ക്ക അങ്ങോട്ട് മുറിച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ച് അതൊക്കെ ചിരണ്ടി നമ്മൾ അരപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് സാധാരണ മീൻ കറിക്കൊക്കെ അരയ്ക്കണ മാതിരി തന്നെ അരച്ചെടുക്കുക. പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്ന് ജസ്റ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കടുകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയുള്ളത്, നാളെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അർഷത് മോഡലിംഗ് പോയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നാളെ ആ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് തട്ടിമുട്ടിയും പോണത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വ്ളോഗും ട്രാവലിങ്ങും പുറത്ത് പോകണതും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. അപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് സവാളയൊക്കെ വന്നതിന് ശേഷം കൈപ്പയ്ക്കും കൂടി ആഡ് ചെയ്ത് നല്ലോണം വഴറ്റി അതൊക്കെ വാടി വരുന്നതിന് ശേഷം വീണ്ടും തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് നമ്മളൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം വഴണ്ടി വരുന്നതിന് ശേഷം എന്താ പറയുക, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് മുന്നായിട്ട് ഒരു ഇച്ചിരി പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം തേങ്ങ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലായി മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇട്ടേച്ച് പോകാനും തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിക്ക് തന്നെ നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ അർഷാദ് വന്നതിന് ശേഷം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പഴയ പോലെയുള്ള ആ ഒരു ഫുൾ പവറോടെ നമ്മൾ വരും. ഇതിപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ടും വീട്ടിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണണം ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം, ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.